ഹലോ ഹലോ, ഇന്നലെ നമ്മള് വാക്കുകൊടുത്ത ഗുണ്ടകളെത്തേണ്ട സമയമായി. അവിടെ എന്തായി? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്ന ധൈര്യത്തില നീ അവർക്ക് വാക്ക് കൊടുത്തത്? ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട് പിന്നെ വാക്കല്ലാതെ ചാക്കായിരുന്നു കൊടുക്കണ്ടേ? എടാ, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മുടെ പശുവില്ലേ ഇവിടെ, കാമധേനു? നോക്കട്ടെ. പത്രപാരായണത്തില. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റു. എന്തായാലും നീ ഇങ്ങോട്ട് വാ. ഹലോ വല്യമ്മ, ഞാനാ രാജലക്ഷ്മി. എന്താ മോളെ? അത്യാവശ്യമായി എനിക്കൊരു 50,000 രൂപ വേണം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം. അതിന് ഇപ്പൊ ഇവിടെ എന്റെ കയ്യിൽ കാശില്ലല്ലോ മോളെ. ഒരു ക്യാഷ് ചെക്ക് തന്നാ മതി, ഞാൻ മാറിക്കോളാം. വളരെ അർജന്റാ. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. പൂജമോള് സ്കൂളിൽ പോയല്ലോ. പിന്നെ ആ മരം കയറിയുണ്ട് പിങ്കി. വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടേക്ക്. പെട്ടെന്ന് വേണം. എന്റെ ഈശ്വരന്മാരെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു 50,000 രൂപ കടം കൊടുക്കുന്നത്. പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും, ഉറപ്പാ. എന്തായി സംഗതിയേറ്റോ? താമസിയാതെ ഒരു പുറംവിളി കേൾക്കാം. വാ പിങ്കി, പിങ്കി മോളെ, പിങ്കി മോളെ, ദേ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക്. എന്താ ഇത്? ഒരു ചെക്ക. ചെക്കോ? എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തൊട്ടതിനെല്ലാം കുറ്റ. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നീ ആര്? കേന്ദ്ര ധനമന്ത്രിയോ? പോടാ മോളി ചെക്ക് പിടിച്ചേ. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ. മോളിതൊന്ന് പിടിച്ചേ. ഓക്കെ ഞാൻ വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാന്ന് മുത്തശ്ശി സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതെ അതാണ് അതിനൊരു ശരി. വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ. ഒരു സത്യത്തിന്റെ കാര്യല്ലേ ഉള്ളൂ. ദേ എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, ഇത് പിടിച്ചേ. അപ്പൊ അത് കഴിഞ്ഞു. പ്രഷറിനുള്ളൊരു ഗുളിക മേശമേലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെനിക്ക് പ്രഷർ നോർമലാണല്ലോ. അല്ല, ചിലപ്പോ അബ്നോർമൽ ആയാലോ. അതെ, ഈ മനുഷ്യന്റെ കാര്യല്ലേ. കണ്ടിരിക്കും ജനങ്ങളെ. 2 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി. ദേ മോളെ, ഈ മുത്തച്ഛ ഫുൾ ഹെൽത്തിയാ. ദേ കണ്ടില്ലേ? പദം ഉറച്ചു നാം പാടി പോവുക, ഭാരതം കണത്തിലേക്ക് കേരളപ്പെടുക്കുക. Why are you so late? Sorry, yaar. Okay. Yes, madam. അല്ല, നിന്റെ വീട്ടിലെ കാലാവസ്ഥ ഇപ്പൊ എങ്ങനെ? ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഹലോ, എനി ഹോട്ട് ന്യൂസ്? മുത്തശ്ശന് പ്രഷർ കൂടി. ഇപ്പൊ ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുക. അയ്യോ പാവം. ഭക്ഷണം ഞാൻ വരുന്ന വഴി കഴിച്ചോളാം. പിന്നെ പുറകുവശത്തെ വാതിലിന് കുറ്റിയിടണ്ട. എനിക്കറിയാം ഇന്ന് നീ ഈ കുറുക്കുവഴിയിലൂടെ എഴുന്നള്ളൂന്ന്. തെരുവില് മോണോ ആക്ട്, വീട്ടില് മിമിക്രി. എന്താ നിന്റെ ഉദ്ദേശം? പോയിവിടെ. കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ? അയ്യോ, മുത്തശ്ശൻ എന്ത് പറ്റി? മാഡം വന്നു, സാർ എന്തോ ചോദിച്ചു, മാഡം എന്തോ പറഞ്ഞു, പിന്നെ പടക്കോന്നൊരു വീഴ്ചയായിരുന്നു. അയ്യോ, പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ? ആട്ടെ, ആ കാശ് എവിടെ? കാശ് ചെലവായി പോയി. നേരെ ചൊവ്വേ കാശ് ചോദിച്ചാ അമ്മ തരുവോ? മുത്തശ്ശൻ തരുവോ? അത് നേരാ, ഒരിക്കലും തരൂല. അല്ല, ഞാൻ ചുമ്മാ ഒരു നേരം പോക്ക് കാണിച്ചു എന്ന് കരുതി അപ്പൊ തന്നെ ആ ക്യാഷ് ചെക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ടാന്ന് ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശന് ഒരേ നിർബന്ധം. അങ്ങനെ പറഞ്ഞോ സാറേ? പിന്നല്ലാതെ. ശരിക്കുള്ള കാര്യം. കോട്ടയോ? എന്താ അത്? അല്ല, കോട്ടവായിട്ട് ഇത് അകത്ത് പോകുന്നു പറയായിരുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തശ്ശൻ അതെനിക്ക് തന്നത്. അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ. അവൾ പറഞ്ഞു നേരാണോ? ഓ, അപ്പൊ മുത്തച്ഛൻ തന്നെയാ കുഴപ്പക്കാരൻ. ഈ ഒരു പ്രശ്നത്തിൽ വാവച്ചിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും. മനുഷ്യനെ മെനക്കെടുത്താൻ സ്വയം കൊണ്ട് അനുഭവിച്ചോ. പൂജ ദാ വരുന്നമ്മേ. പോയി കിടന്നുറങ്ങടാ പന്നി. സോറി മുത്തശ്ശ. ഓടി കള്ളി. ഞാൻ റെഡി. ഇപ്പൊ വടിയായ വരുന്നുണ്ട്. റെഡി. പങ്ക വേഗം ചെല്ല്. അതെ, ഒന്ന് നിലവിളിച്ചാ മതി, അവനെ വിരട്ടണ കാര്യം ഞാൻ ഏറ്റു. സൂക്ഷിക്കണം, ഇടകന്യ വട്ടം ചാടി മട്ടൻ ചാപ്സാകും. അത് ഞാൻ നോക്കിക്കൊള്ളാം.
പോയി കണ്ണാണ്ടൂടെ നിത്യവിശുദ്ധ മട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നത്തെ രാമൻ തന്നെ പങ്കരടി ക്യാമറ. ഇവനെന്താ സർക്കസുകാരൻ? ആരാ താൻ? എന്താ തന്റെ ഉദ്ദേശം? നീയോ? അതെ, നിന്റെ ആജന്മ ശത്രു. ഇഡിയറ്റ്! എന്റെ പ്രോഗ്രാം കൊളവാക്കാൻ നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിന്നെ കെട്ടാൻ? പട്ടി. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. സർ, പട്ടേ പകൽ ഇയാളെന്നെ കിഡ്നാപ്പ് ചെയ്തു. ആണോ? എന്നാ ഇപ്പൊ തന്നെ കസ്റ്റഡിയിൽ വെക്കാം. ദാ ഇതിലൊന്ന് ഒപ്പിട്ടെ. താങ്ക്സ്. മോൾക്ക് കൊടുക്കാനാ? മോള് പിങ്കിയുടെ വലിയ ഫാനാ. അയ്യോ, അപ്പന്റെ പരാതി. എന്തിനാ കൊച്ചെ ഞങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ സത്യ. അത് കടാ, എവിടെയാ ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്? സാറന്മാരെ അവനെ വിടരുത്. അവൻ ഭീകരവാദിയാ. സാറേ, ആ വണ്ടിയിലെ ക്യാമറ എന്നാ വിട്ടോ? അടയാ നോക്ക്. വാടാ, അവന്റെ വിശ്വരൂപം ഇന്നവൻ കാണും. എന്ത് തോന്നിയാസോടെ കാണിച്ചേ? ഇയാൾക്ക് എന്താ വേണ്ടേ? തല്ല് കൊണ്ട പാരമ്പര്യം എനിക്കുള്ളു. അത് താനായിട്ട് തിരുത്തരുത്. പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ. എന്താ വരല് സൂക്ഷിക്കണ്ടേ? ലുക്ക്, ക്യാമറ ഇസ് ദേർ. വേറൊരു ക്യാമറ. ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞങ്ങൾ തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധ. സാറ് നേവിയുടെ എയർഫോഴ്സിലെ മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല. സോറി, ഇങ്ങനൊരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അല്ലടി കന്യാസ്ത്രീ, ഇവള് ചില്ലറക്കാരി അല്ലട്ടോ. അത് ഞങ്ങൾക്കും അറിയാം. കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണിതവളാ. ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. നല്ല കോമ്പിനേഷൻ. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. സമ്മതിക്കണം. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ, എങ്ങനെയുണ്ട്? നോക്കട്ടെ. നല്ല ചേർച്ച. മുൻകൂട്ടി ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡ് ആക്കായിരുന്നു. നേരാ, ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ല് നിൽക്കാൻ. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ വാവാച്ചിയുടെ. അയ്യോ, അപ്പൊ ഇന്നാണല്ലേ ഫെബ്രുവരി 29? അതെ, 4 ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന മഹാസുദിനം ഇന്നാണ്. നീ ഓർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. ഏയ്, നാട്ടിൽ നിന്ന് വെളുപ്പിനെ തന്നെ മുത്തച്ഛൻ വിളിച്ച് ഓർമ്മിപ്പിച്ചു. അമ്മ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലുടൻ പാർട്ടി ക്ലബില്. താങ്ക് യു. അയ്യോ, എന്റേതല്ല, ബൈക്കിൽ വന്ന ഒരാള് തന്നതാ. ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടിരുന്നോണ്ട് മുഖം മനസ്സിലായില്ല. അയ്യോ, സൂക്ഷിക്കണേ, ബോംബോ മറ്റോ ആണെങ്കിലോ. ഹായ്, ലിപ്സ്റ്റിക് കൊള്ളാം. സിഗരറ്റോ? കൊള്ളാലോ. ഫേഷ്യലിന്റെ ബോക്സിൽ ഷേവിംഗ് ക്രീമും ബ്രഷും. സോപ്പ് പറ്റിയോ? നോക്കട്ടെ നോക്കട്ടെ. ഹായ്, മീശ. ഇത് വീട് മാറിപ്പോയതാ. നല്ല കള്ളരിപ്പ മീശ, കുഞ്ഞിന് ചേരിപ്പ. ഇത് മനഃപൂർവ്വം തന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ പോലും അറിയാത്ത എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നെങ്കിൽ ഇത് അവൻ തന്നെയാ, ആ തെണ്ടി.